ഹായ് ഓൾ, ദിസ് ഈസ് സൺഡേ മോർണിംഗ്. ഞായറാഴ്ച ആയതുകൊണ്ട് എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഉറക്ക് തെളിഞ്ഞ പാടുള്ള ആ ചടപ്പ് മാറ്റാനാണ് ഇങ്ങനെ കുറച്ചു നേരം വന്ന് ബാൽക്കണിയിൽ നിൽക്കുന്നത്. ഇന്ന് നെയ്പ്പത്തിലും പച്ചക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള പരിപാടികൾ ഞങ്ങൾ കിച്ചണിൽ വന്നിട്ട് തുടങ്ങി. നെയ്പ്പത്തലിന് വേണ്ട അരി തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്ത് അതിൽ വേണ്ട തേങ്ങ അരപ്പിലിട്ട് അതൊന്ന് മിക്സാക്കി എടുത്ത്. പണ്ട് തൊട്ടേ എനിക്ക് ഉണ്ടാക്കുമ്പോൾ പേടിയുള്ള റൈറ്റാണ് നെയ്പ്പത്തൽ. എപ്പം നെയ്യിലിടാൻ നോക്കിയാലും കയ്യിലേക്ക് ഒരു തുള്ളി നെയ്യെങ്കിലും എങ്ങനെയെങ്കിലും തെറിച്ച് വരും. ഇപ്പോൾ ചെയ്ത് അതിൻ്റെ ഒരു നേക്ക് പിടികിട്ടിയിട്ടുണ്ട്. പച്ചക്കറിയിലേക്ക് വെറും കുരുമുളകും ഉപ്പിട്ടിട്ട് ഒരു കുറുമ പോലെ വെക്കാമെന്നാണ് വിചാരിച്ചത്. നെയ്പ്പത്തലിനോട് ചേരുക മീൻകറിയും ഇറച്ചിക്കറിയും എല്ലാമെങ്കിലും മീൻ കിട്ടാത്തതുകൊണ്ടും രാത്രി ഇറച്ചിക്കറി ആയതുകൊണ്ടും അത് വേണ്ട പച്ചക്കറി ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് വേണ്ട കഷ്ണങ്ങളും ഉള്ളിയെല്ലാം അരിഞ്ഞിട്ട് കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് അടുപ്പത്തേക്ക് വെച്ച്. ഗ്യാസ് തീർന്നുകൊണ്ട് ഇന്നത്തെ ഫുൾ കുക്കിങ്ങും ഈ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് തന്നെ ചെയ്യണം. ഇടയ്ക്ക് ഇങ്ങനെ പണി കിട്ടുന്നതുകൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഈ ഇൻഡക്ഷൻ കുക്കർ. നല്ലതാണ്. ഏത് ടൈപ്പ് പാത്രങ്ങൾ ഇതിൽ വെക്കാൻ പറ്റുന്നുണ്ട്. അടി പരന്ന ഏത് പാത്രവും വെക്കാം. കൂടാതെ ഒരു ഗ്രില്ലിംഗ് സ്റ്റാൻഡും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗ്രില്ലിംഗ് സ്റ്റാൻഡ് ഞങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് തന്നെയാണ് ഇത് പൊതുവേ ഉപയോഗിക്കാറ്. അങ്ങനെ ഫുഡെല്ലാം റെഡിയായി ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച്. രാവിലെ മാത്രമാണ് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാറ്. രാത്രി ഹസ്ബൻഡ് വരാൻ കുറേ ലേറ്റ് ആകുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ച് കിടക്കാറാണ് പതിവ്. പിന്നെ ഞങ്ങൾ കിച്ചണിലേക്ക് വന്ന് ഉച്ചക്കത്തെ ചോറിനുള്ള പണി തുടങ്ങി. എൻ്റെ ചായയും കുടിച്ചിട്ട് ഷോപ്പിലേക്ക് പോയി. ഷോപ്പ് കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ ഉച്ചക്കേക്ക് ഫുഡിനൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് കുറച്ച് ക്യാരറ്റ് വറവും ലിവർ ഫ്രൈ ആക്കാമെന്നാണ് വിചാരിച്ചത്. വറവിന് വേണ്ടതെല്ലാം അരിഞ്ഞ് അടുപ്പത്തിട്ടിട്ട് ലിവർ റോസ്റ്റിന് വേണ്ട ഉള്ളി എടുത്തിട്ട് അരിയാതെ അരിഞ്ഞ്. ഞങ്ങൾക്ക് 3 പേർക്കും ചിക്കൻ ലിവർ ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കെല്ലാം ചോറിന് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പം വേറെ ഒരുപാട് പണിയുള്ളതുകൊണ്ട് പെട്ടെന്ന് കഴിയുന്ന എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ മനസ്സിൽ ആദ്യം ഓടി വന്നത് ഇത് തന്നെയാണ്. ബാംഗ്ലൂരിൽ നമുക്ക് ചിക്കൻ ലിവർ മാത്രം ക്ലീൻ ചെയ്തിട്ട് 100 ഗ്രാമിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും. തൊലി കളയാതെ ചതച്ച വെളുത്തുള്ളിയും 2 പച്ചമുളകും ആദ്യം എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിക്കും. അതിൻ്റെ ശേഷം ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കും. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളെല്ലാം ഇടും. മസാലയായിട്ട് മഞ്ഞളും മുളകും കുരുമുളകും കുറച്ച് ചിക്കൻ മസാലയും ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടാറ്. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടും. നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് കുരുമുളക് എത്രത്തോളം കൂടുതൽ ഇടാൻ പറ്റുമോ അത്രത്തോളം ഇടാം. കാരണം കുരുമുളകാണ് ഈ കറീൻ്റെ ഹൈലൈറ്റ്. പിന്നെ അതിലേക്ക് വൃത്തിയാക്കി വെച്ച ലിവറും ഇട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ചധികം നേരം തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഒരു ഹാഫ് കുക്കാകുമ്പോൾ അതിലേക്ക് കുറച്ച് കഴുകിയ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാൻ മറക്കേണ്ട. ലിവർ അവിടെ നിന്ന് ആവുന്ന സമയത്ത് തന്നെ ചോറ് ഊറ്റിയിട്ട് ഞാൻ അകലെല്ലാം ഒന്ന് അടിച്ചു വാരി തുടക്കാൻ പോയി. ഇവിടെ അത്യാവശ്യം നല്ല പൊടിയുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല പൊടി ഉള്ളിലേക്കും കയറി പിടിക്കും. ക്ലീനിങ്ങും കുളിയും ചോറ് നിന്നെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പം വെറുതെ ഒന്ന് ടെറസിലെല്ലാം ഒന്ന് പോയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച്. വൈകുന്നേരം ടെറസിലെ വ്യൂ കാണാൻ നല്ല രസമാണ്. പ്രത്യേകിച്ചൊരു സൺസെറ്റിൻ്റെ എല്ലാം സമയത്ത് നല്ല രസമാണ് കാണാൻ. പിന്നെ അവിടെ തന്നെ ചെറുതായിട്ടൊരു ജിം സെറ്റപ്പും കൂടിയുണ്ട്. വെറുതെ അവിടെയെല്ലാം ഒന്ന് തിരിഞ്ഞ് നടന്ന് കളിച്ചിട്ട് പിന്നെ താഴേക്ക് തന്നെ വന്നിട്ട് വൈകുന്നേരത്തെ ചായൻ്റെ പണിയെല്ലാം നോക്കാമെന്ന് വിചാരിച്ച്. ഞാനും ഉമ്മയും ടെറസിലേക്ക് പോയത്. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഓൾ ഉന്നക്കായ്ക്ക് വേണ്ട ഓൾമോസ്റ്റ് പണിയും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾ എന്ന് ഉദ്ദേശിച്ചത് അനിയൻ്റെ വൈഫിനെയാണ്. മുന്നേയുള്ള വീഡിയോസെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓൾ ഞങ്ങളോട് വീഡിയോയിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഓൾ പെട്ടെന്ന് തന്നെ ഉന്നക്കായ്ക്ക് വേണ്ട പരിപാടിയും മസാല എല്ലാം ഉണ്ടാക്കുകയാണ്. എനിക്കിത് അത്ര വശമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കൈവച്ച് അതിനെ കൊളാക്കാൻ നിന്നില്ല. 1-2 നോക്കിയെങ്കിലും എനിക്ക് അതിൻ്റെ ഷേപ്പിലൊന്നും വന്നില്ല. പിന്നെ ഞാനതവിടെ വിട്ട്. പിന്നെ വെറുതെ ഞാനുണ്ടാക്കിയിട്ട് നെയ്യിലിട്ടിട്ട് അത് പൊട്ടിപ്പോണ്ടെന്നുള്ളതുകൊണ്ട് ഓൾ തന്നെയാണ് മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തത്. ആ സമയം കൊണ്ട് ഞാൻ ചായക്കുള്ള വെള്ളവും വെച്ച് ഉന്നക്കായ് പൊരിക്കേണ്ട നെയ്യും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നെയ്യ് ചൂടാകുന്നതിനനുസരിച്ചിട്ട് ഞാൻ ഓരോരോ ഉന്നക്കായ് എടുത്തിട്ട് പൊരിച്ച് വെക്കാമെന്ന് കരുതി. എല്ലപ്പോൾ ഇങ്ങനെ എണ്ണക്കടി ഉണ്ടാക്കാറൊന്നുമില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പൂതി വരുമ്പോഴാണ് ഇങ്ങനത്തെ എല്ലാം ഉണ്ടാക്കി നോക്കാറ്. നോമ്പിന് ഡെയിലി ഉണ്ടാക്കാറുണ്ടെങ്കിലും നോമ്പ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ ചായക്ക് ബേക്കറിയോ ബിസ്ക്കറ്റെല്ലാം കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യലാണ് പതിവ്. ചൂടുള്ള ഉന്നക്കായും കൂട്ടി നല്ലൊരു ചായയും കുടിച്ചിട്ടാണ് പിന്നെ നിസ്കരിക്കാനെല്ലാം പോയത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇന്നിവിടെ നിർത്തുകയാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പറ്റുന്നവർ കമൻറ്റും ഇടണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.